സെലിനോടിനൊപ്പം ഇന്ന് അതിഥിയായിത്തിയിരിക്കുന്നത് ഹേമന്ത് മേനോനാണ്. ഹേമന്ത്, ഹായ്. ഓഡിഷൻ വഴിയായിരുന്നു? ഞാൻ ഓഡിഷൻ കൊടുത്തിരുന്നു. അത് ഓഡിഷൻ വഴി എന്ന് പറയാൻ പറ്റില്ല, കാരണം എൻ്റെ ഓഡിഷൻ വാസ് വെരി ആവറേജ്. കാരണം ഞാനൊരു ആക്ടർ അല്ല, എനിക്ക് ആക്ടിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. എന്നെ ആക്ച്വലി ആക്ടർ ആക്കിയത് ഫാസിൽ സാറാണ്. അത്ര ഭയങ്കര ഹാപ്പി മൊമെന്റ് ഉണ്ടായിട്ടില്ല, കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഹാപ്പി ഹൈ ഉണ്ടല്ലോ, അതൊരു വന്നിട്ടില്ല. ഓർഡിനറി വാസ് എ ബിഗ് ഹിറ്റ്. അത് ഞാൻ റിലീസ് ഡേ കണ്ട പടമാണ്. ഇന്നസെന്റ് അങ്ങളുടെ തമാശകൾ ഭയങ്കര മെമ്മറി, കാരണം പുള്ളി ഭയങ്കര ഹ്യൂമർ സെൻസിലുള്ള ആളാണ്. നമ്മളിങ്ങനെ ഇരിക്കും, കുറേ പേര് ചുറ്റും കയറി ഇരിക്കും, പുള്ളിയും തുടങ്ങും. അത് ഭയങ്കര ഭംഗിയുടെ പുള്ളി അവതരിപ്പിക്കുന്നത് തമാശകളൊക്കെ നമുക്ക് സിനിമ കാണുന്ന പോലെ കാണാം. അപ്പോൾ എനിക്ക് പൃഥ്വിരാജിനെ ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. എൻ്റെ ഒരു ഐക്കൺ അല്ലെങ്കിൽ എൻ്റെ ഒരു ഗോ ടു ആക്ടർ അന്നൊക്കെ. പുള്ളി ഭയങ്കര സ്റ്റൈലും മൊത്തത്തിൽ ആ സമയത്ത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പുള്ളിയെ കാണുന്നതാണ് എനിക്ക് ഭയങ്കര ഒരു ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു. പൃഥ്വിരാജ് ഒരു ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് അവിടെ എന്തൊക്കെയുണ്ട് ആർക്കെന്നൊക്കെ പുള്ളി കാണപ്പെടണം. ആക്ടിങ് സീരിയസ് ആയിട്ട് പറയുന്നത് അശ്വിൻ അടുത്താണ്. അശ്വിൻ ആക്ടിങ്ങിനെ കാണുന്ന രീതി പുള്ളി ഭയങ്കര പാഷനാണ് പുള്ളിക്ക്. പുള്ളി മരിക്കും സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ അതുവരെ സിനിമയെ വളരെ ലൈറ്റായി കണ്ടിരുന്ന ഞാൻ അന്ന് ആ സിനിമ മുതലാണ് സിനിമയെ വളരെ സീരിയസ് ആയിട്ട് ഫോളോ തുടങ്ങിയത്. ഞാൻ ബിഗിനറാണ്, അപ്പോൾ അവരെല്ലാം കാണിച്ചു തരുന്നു. എല്ലാ സീനിയേഴ്സാണ്, ലൈക്ക് ആസിഫ്, ചാക്കോച്ചൻ, വിജു, എല്ലാവരും സീനിയേഴ്സാണ്. അപ്പോൾ അവരൊക്കെ അവരെ പാട്ട് അഭിനയിച്ചു പോകും. എനിക്ക് അത്ര എക്സ്പീരിയൻസ് ആയിട്ടില്ല, ഞാൻ കുറെ ഒക്കെ ബിഗിനറാണ്. പ്രേക്ഷകർക്ക് വേണ്ടി പാടിത്തരുവാണെങ്കിൽ രണ്ടുപേരും പാടാൻ. ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ ഈ നമ്മൾ. സെലിനോടിനൊപ്പം ഇന്ന് അതിഥിയായിത്തിയിരിക്കുന്നത് ഹേമന്ത് മേനോനാണ്. ഹേമന്ത്, ഹായ്. ഹായ്. ഹൗ ആർ യു? ഫൈൻ, ഹൗ ആർ യു? സുഖായിരിക്കുന്നു. എന്താ കഴിഞ്ഞ വർഷത്തെ ഒരു റോയി വേഷമായിരുന്നു. ഒരു ആദ്യ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന വേഷവും റോയി ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ റോയിയിലേക്ക് ഒരുപാട് സ്വീകാര്യത കിട്ടി. ഈ വർഷം ഇപ്പോൾ എറിക്കും സിനിമ റിലീസായി, കഴിഞ്ഞ ആഴ്ച റിലീസായി. ശങ്കർ സാറിന്റെ സിനിമ റിലീസായി. അതിൽ പ്രേം എന്നാണ് ക്യാരക്ടറിന്റെ പേര്. നല്ല അഭിപ്രായം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കാരണം ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഭയങ്കര ക്രൂരനായ വില്ലനാണ്. ഇനിയിപ്പോൾ കഥ പറയാൻ പടം റിലീസ് ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ അത് ആൾക്കാരെല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്, വളരെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. സിനിമയിൽ എടുത്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നുണ്ട്. വളരെ ഹാപ്പി ഇരിക്കുന്നു. ഞാൻ ലാസ്റ്റ് ടൈം പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ഞാൻ അന്ന് പറഞ്ഞാണ് എനിക്ക് ഒരു ആൻറ്റി ഹീറോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊരു വളരെ ശക്തമായ ആൻറ്റി ഹീറോ ക്യാരക്ടറായിരുന്നു. അന്നേ വന്നിട്ടുണ്ട്. മൊത്തം ഷൂട്ട് ലണ്ടനിലായിരുന്നു. അപ്പോൾ ആ ഒരു ആംബിയൻസ് ഒക്കെ ആയിട്ട് പടം വളരെ കളർഫുള്ളി വന്നിട്ടുണ്ട്. എൻ്റെ ക്യാരക്ടർ കുറേ എടുത്തെടുത്ത് പറഞ്ഞു നന്നായിട്ടുള്ളത്. അപ്പോൾ അതിൽ വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ 2011 ഇൻഡസ്ട്രിയിലേക്ക് എത്തിയുള്ള ഒരാളാണ് ഹേമന്ത്. ഏകദേശം 15 വർഷത്തോളമായി ഇപ്പോൾ സിനിമ. പക്ഷേ സിനിമയുടെ എണ്ണം ഭയങ്കര കുറവാണ്. ഭയങ്കര സെലക്റ്റീവായിട്ടാണ് സിനിമകൾ ചൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഒരു ചോക്ലേറ്റ് ബോയ് എന്നുള്ളൊരു ലേബൽ എപ്പോഴും ഹേമന്തിൻ്റെ പുറത്തുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു? ഡെഫിനറ്റ്ലി. കാരണം ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യത വളരെ കൂടുതലൊരു മുഖമാണ് എൻ്റെ. കാരണം ഇങ്ങനത്തെ ആദ്യം കുറേ അങ്ങനത്തെ പടങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ. പക്ഷെ ഇപ്പോൾ ചെയ്ത പടം ഇപ്പോൾ എറിക്കാണെങ്കിൽ ഇനി വരുന്ന പടങ്ങളൊക്കെയും കുറച്ച് റഫായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആൻറ്റി ഹീറോ, കുറച്ച് പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ 2 ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം അങ്ങനത്തെ ആ ഒരു ഇമേജ് ബ്രേക്ക് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പോൾ വരുന്നത്. അത് കുറച്ച് പാടായിരുന്നു ഡെഫിനറ്റ്ലി. കാരണം ആ ഒരു ഇമേജ് വന്നാൽ പിന്നെ കുറച്ച് പാടാണ് ബ്രേക്ക് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ കുറേ മൂവീസ് എടുത്തില്ലായിരുന്നു. ഇടയ്ക്ക് കുറേ അങ്ങനത്തെ സിമിലർ മൂവീസ് വന്നപ്പോൾ ഞാൻ കുറേ മൂവീസ് വേണ്ടെന്ന് വെച്ചിരുന്നു. മാക്സിമം അങ്ങനത്തെ മൂവീസ് ഒഴിവാക്കി. ഇപ്പോൾ റൊമാൻസ് ഒന്നും പിടിക്കുന്നേ ഇല്ല, എനിക്ക് താല്പര്യമില്ല ചെയ്യാൻ. കുറച്ചൊരു നമുക്ക് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ക്യാരക്ടേഴ്സ് ട്രൈ ചെയ്യണം. അപ്പോൾ കുറച്ച് സീരിയസ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നത് ഒരു ഇത്. ഇപ്പോൾ ചാക്കോച്ചിനൊപ്പം ഒക്കെ ഓർഡിനറിയിലായാലും ഡോക്ടർ ലെവലാണെങ്കിലും ഒക്കെ ആ സമയത്ത് ചാക്കോച്ചിന് വേറൊരു ഇമേജ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഓർഡിനറി ഒക്കെ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാക്കോച്ചൻ എന്നുള്ള ഒരു ആക്ടറൊക്കെ എത്രത്തോളം ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ശരിക്കും കരിയറിൽ? ഭയങ്കര ഇൻസ്പിറേഷൻ. കാരണം ഞാൻ പുള്ളിയുടെ ലാസ്റ്റ് സിനിമ, നമ്മുടെ ആ ഒരു പുള്ളി പോലീസ് സ്റ്റേഷൻ്റെ പേര് ഓഫീസർ ഡ്യൂട്ടി, എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമ. ഞാൻ ചാക്കോച്ചനെ പേഴ്സണലി ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്ത സിനിമയാണ് അത്. കാരണം അത് പുള്ളി ആ ഒരു ഇമേജ് ബ്രേക്ക് ചെയ്ത് ലുക്കിലും ആ വോയിസ് മോഡുലേഷനിലും പെർഫോമൻസിലും ഒക്കെ കൊണ്ടുവന്ന മാറ്റം ഭയങ്കര ഇൻസ്പിറേഷനിലാണ്. അദ്ദേഹം എനിക്കൊന്ന് ബാക്കി ആരെക്കാളും എനിക്കൊന്ന് വേൾഡ് ഇൻഡസ്ട്രി തന്നെ ഒരു ചോക്ലേറ്റ് ബോയ് അല്ലെങ്കിൽ ലവർ ബോയ് ഇമേജ് കളിച്ച ചാക്കോച്ചനായിരുന്നു എല്ലാം കൊണ്ടും. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് പുള്ളി ഇപ്പം നായാട്ട് അങ്ങനത്തെ ഒരുപാട് സിനിമകളിൽ പുള്ളി കംപ്ലീറ്റ്ലി മാറി ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒരുപാട് മൂവീസ് പേരുകൾ എടുത്ത് പറയാൻ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ അതൊരു ഇൻസ്പിറേഷൻ ഡെഫിനറ്റ്ലി. ചാക്കോച്ചൻ പ്രത്യേകമായിട്ട് തേച്ച് ഈ ഒരു ലേബിൾഡ് ആർട്ടിസ്റ്റൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് പുള്ളി. ട്രാക്ക് മാറ്റി പിടിച്ച് നമ്മുടെ എന്നാത്താൻ കേസ് കൊടുക്കും, അതിൽ എക്സ്ട്രീംലി ഡിഫറൻ്റ് ആയ സാധനമാണ്. അപ്പോൾ ചാക്കോച്ചൻ ശരിക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ് ആ ഒരു കാര്യത്തിൽ. ഇത്രയും വർഷം സിനിമയിൽ നിലനിന്ന് പോവുക എന്നുള്ളത് ശരിക്കും അതൊരു വലിയൊരു ക്രൈസിസ് ആണോ? ആക്ച്വലി എനിക്കൊന്നും സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തൊരു ഫാമിലിയിൽ നിന്ന് വരുന്നുള്ള ഒരു ചെറുപ്പക്കാരൻ
ഇത്രയും 15 വർഷത്തോളം സിനിമയിൽ നിലനിൽക്കുന്നു, സിനിമയുടെ എണ്ണം കുറവാണ്. കാരണം നമുക്ക് ഇപ്പുറത്ത് ഒരുപാട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അങ്ങനെ ഒരുപാട് മാറ്റേഴ്സ് ഒരു മനുഷ്യനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടല്ലോ. അത് ശരിക്കും എങ്ങനെയാണ് അതിനൊക്കെ മാനേജ് ചെയ്തത്? വലിയ ടാസ്ക്കാണ്. കാരണം ഒന്നാമത് ഞാൻ വലിയ ചിലവുള്ള ആളല്ല, എനിക്ക് ചിലവ് വളരെ കുറവാണ്, ഞാൻ വളരെ മിതമായി ജീവിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ചിലവുകളില്ല. പക്ഷെ സ്റ്റിൽ പാടാണ്. കാരണം സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ 10 സിനിമ അഭിനയിച്ചു, എന്നാൽ പോലും അത് എണ്ണം കുറവ് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ടോ ഇപ്പോൾ ഇൻഡസ്ട്രി നമുക്ക് സപ്പോർട്ടില്ല, ഒരു ഗോഡ് ഫാദർ ഇല്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇറ്റ്സ് വെരി ഹാർഡ് നിലനിന്ന് പോകാൻ. പക്ഷേ ലക്കിലി ഇപ്പോഴും സിനിമകൾ വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു 3 മൂവീസ് റിലീസ് ആവാനുണ്ട്, തമിഴും തെലുങ്കും ആയിട്ട്. മലയാളത്തിൽ 3 മൂവീസ് തുടങ്ങാനുണ്ട്. അപ്പോൾ അതൊരു ഭാഗ്യം ഞാൻ കാണുന്നു. കാരണം ഇത്രയും കാലം നിലനിന്ന് പോകുമെന്ന് പറയുന്നത് തന്നെ ഒരു എളുപ്പമുള്ള കാര്യമല്ല ഫോർ സമ്മൺ ലൈക്ക് മീ. ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാക്കപ്പോ ഒരു സപ്പോർട്ടില്ലാത്ത എനിക്ക് ഈസി അല്ല. ഞാനപ്പോൾ അതിനെ പോസിറ്റീവ് കാണാൻ ശ്രമിക്കുകയാണ്. കാരണം ഇപ്പോഴും നമ്മൾ നിലനിന്ന് പോകുന്നു, നമുക്കിപ്പോഴും വേഷങ്ങൾ വരുന്നു, ശ്രദ്ധിക്കപ്പെടുന്നു പറയുന്നത് അതൊരു വലിയ കാര്യം ഞാൻ കാണുന്നു. ഫിനാൻഷ്യലി പറഞ്ഞ പോലെ നമ്മൾ വേറെയും മേഖലകൾ ട്രൈ ചെയ്യുന്നുണ്ട്. സിനിമ മാത്രമല്ല, വേറെ ബിസിനസ്സൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാതെ പോകുന്നു. ഒരു സിനിമ സീക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സിനിമയിലേക്ക് വരുന്നത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എത്തിപ്പെട്ടുള്ള ഒരാളാണ്. കാരണം അങ്ങനെ ബൈലൊക്കെ എല്ലാവർക്കും സംഭവിക്കണം എന്നില്ല എല്ലാവരുടെ ലൈഫിലും. പക്ഷെ ഇന്ന് ഇച്ചിരി കൂടെ ഈസിയായി തോന്നിയിട്ടുണ്ട്. കാരണം ഡിജിറ്റൽ മേഖലയൊക്കെ ഇച്ചിരി കൂടെ സജീവമായതുകൊണ്ട് ഡയറക്ടേഴ്സ് അത് തന്നെ കറക്റ്റ് പിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഫിലിമിന്റെ കാലത്ത് വന്നുള്ള ഒരാളാണ്, ഇന്നത് ഡിജിറ്റൽ യുഗത്തിലാണ് നിൽക്കുന്നത്. എത്രത്തോളം ഡിഫറെൻ്റ് ആണ് ഈ രണ്ട് സിനിമയിലുള്ള ഈ മാറ്റങ്ങൾ? അത് വളരെ വലുതാണ്. കാരണം ഇപ്പോൾ സിനിമയിലേക്ക് കയറുക എന്ന് പറയുന്നത് ഈസിയാണ്. ഇപ്പൊ നിലനിന്ന് പോകാനാണ് ബുദ്ധിമുട്ട്. കാരണം പണ്ട് മമ്മൂക്ക പറഞ്ഞു. അതെ, ഇപ്പൊ കയറി പറ്റുന്ന പറയുന്നത് എനിക്കൊന്ന് കമ്പാരിറ്റീവ്ലി വളരെ ഈസിയാണ്. എനിക്ക് എൻ്റെ കാര്യം പോട്ടെ, ഭയങ്കര ലക്കിലി കയറുകയാണ് ഞാൻ. പക്ഷെ അന്നൊക്കെ സിനിമയ്ക്ക് വരുന്ന ഓഡിഷൻ കൊടുത്തിട്ടും അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇതിപ്പോൾ ആൾക്കാർ അങ്ങോട്ടേക്ക് പിക്ക് ചെയ്യാനുള്ള ചാൻസ്, നമുക്ക് നമ്മളെ പെർഫോമൻസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം, നമുക്ക് നമ്മുടേതായിട്ട് ഫോൺ ഷൂട്ട് ചെയ്ത് നമുക്കത് കാണിക്കാം, ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അത് ഒരുപാട് വലിയ മാറ്റം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്നു പോകുമ്പോൾ നമ്മൾ ഫേസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എനിക്കിപ്പോൾ ആൾക്കാർ ഇപ്പോൾ എന്നെ ഓർക്കാൻ കാരണം ആ കാലത്ത് ആൾക്കാർ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ഇപ്പോഴും ഫേസ് കാണുമ്പോൾ അയാളല്ലേ എന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോൾ വന്ന പലർക്കും ആ ഒരു പ്രശ്നമുണ്ട്. കാരണം സിനിമയിൽ വന്ന് ചെയ്യുന്നു, പക്ഷേ ആ സിനിമ കഴിഞ്ഞാൽ അടുത്ത പടം വരാൻ കുറച്ച് താമസിക്കും, അപ്പോൾ പുതിയ ആൾക്കാർ വരുന്നു. അപ്പോൾ ഫേസ് രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് പാടാണ്. ഈ ഒരു കോമ്പറ്റീഷൻ കൂടുമ്പോൾ അങ്ങനെ പ്രശ്നം പാരലി ഉണ്ട്. ഫേസ് രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷേ സ്റ്റിൽ ചാൻസസ് കൂടുതലാണ് ഇപ്പോൾ സിനിമയ്ക്ക് എത്തിപ്പെടാൻ. ഞാൻ എൻ്റെ ഫസ്റ്റ് പടം തന്നെ ഡേറ്റിലാണ്. ആക്ച്വലി ഞാൻ ഫിലിമിൽ വർക്ക് ചെയ്തിട്ടില്ല. എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഡേറ്റിൽ വർക്ക് ചെയ്യുന്ന. ഓൾമോസ്റ്റ് ഫസ്റ്റ് മൂവി എൻ്റെ ഫസ്റ്റ് പടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫിലിമിൽ വർക്ക് ചെയ്ത് പരിചയം എനിക്കില്ല. പക്ഷേ സ്റ്റിൽ ആ ഒരു ഫസ്റ്റ് തുടങ്ങിയ ആളാണ് ഞാൻ. അപ്പോൾ ആ ഡിഫറൻസ് എനിക്കറിയാം. ഓഡിഷൻ വഴിയായിരുന്നു ഞാൻ ഓഡിഷൻ കൊടുത്തിരുന്നു. അത് ഓഡിഷൻ വഴി എന്ന് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ഓഡിഷൻ വാസ് വെരി ആവറേജ്. കാരണം ഞാനൊരു ആക്ടറല്ല, എനിക്ക് ആക്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. എന്നെ ആക്ച്വലി ആക്ടർ ആക്കിയത് ഫാസിൽ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യത്തിന് അദ്ദേഹം എന്നെ വിളിച്ച് പുള്ളി എന്നെ പഠിപ്പിച്ചാണ് അഭിനയം ആദ്യം മുതൽ. ഓഡിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും സാറ് നോക്കിയത് എൻ്റെ അഭിനയത്തെക്കാൾ ഉപരി ഞാനെന്ന വ്യക്തിയെ ആ ക്യാരക്ടറാക്കാൻ പറ്റുമോ എന്ന് മാത്രം സാറ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫാസിൽ സാറ് കൊണ്ടുവരുന്ന ആക്ടേഴ്സൊക്കെ മലയാള സിനിമയിൽ ഒരു പ്രോമിനൻസ് സ്ഥാനങ്ങളിൽ നിൽക്കുന്നവരാണ്. അതേപോലെയായിരുന്നു ഹേമന്തിനെ കൊണ്ടുവന്ന സമയത്തും അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു. ശരിക്കും ഗുരുവിനെ എങ്ങനെയാണ് ഓർക്കുന്നത്? ഞാനൊരു ആക്ടർ ആവേണ്ട ആളെയല്ല, ഒരിക്കലും അല്ല. ബാക്കിയുള്ള എല്ലാവർക്കും എനിക്കൊന്ന് കുറച്ചെങ്കിലൊക്കെ ഒരു പാഷൻ. എനിക്ക് യാതൊരു ഫിലിം ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴും ഭയങ്കര താങ്ക്ഫുള്ളാണ്. കാരണം സാറിലെ ഞാനില്ല, ഈ ഒരു ഫീൽഡിലില്ല. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹം തന്നെയുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നെ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഈ പറഞ്ഞ പോലെ ഫഹദൊക്കെയാണ് ഒരുപാട് സമയം എടുത്തൊക്കെ പ്രൂവ് ചെയ്തത്. അപ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹം അതാണ്. നമുക്ക് സാറിൻ്റെ പേര് കളയാൻ പാടില്ല. അങ്ങനത്തെ ഇടയ്ക്ക് സാർ വന്ന് പലരും അങ്ങനെ സക്സസ്ഫുൾ ആകാതെ പോയിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ആവേണ്ടെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ എനിക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം, സാറിൻ്റെ പേര് ഞാൻ കീപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു വളരെ യൂണീക്ക് ആയിട്ടുള്ള പേഴ്സണാണ്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ സാർ എനിക്കൊന്ന് വേറെ ലെവലാണ്. അത് പലർക്കും അറിയില്ല. ഇപ്പോൾ കുറച്ച് സിനിമകൾ സാർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു ഗംഭീര ആക്ടറാണ്. എന്നോട് കുറേ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അഭിനയിച്ച് കാണിച്ചു, എല്ലാം അഭിനയിച്ച് കാണിച്ചു. നമുക്ക് പറ്റില്ല അങ്ങനെ ചെയ്യാൻ. കാരണം സാർ ഭയങ്കര ടോളാണ്. പക്ഷെ സാറിൻ്റെ മെയ് വർക്കൊക്കെ ഭയങ്കര യുണീക്കാണ്. സാർ ഒരു പെണ്ണായിട്ട് അഭിനയിച്ച് കാണിച്ചിരുന്നു, ആളായിട്ട് അഭിനയിച്ച് കാണിച്ചിരുന്നു, ഒരു വില്ലനായിട്ട് ചെയ്യും, ഭയങ്കര കോമഡി ആയിട്ട് ചെയ്യും, എല്ലാം ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി സാറിനുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് സാർ പഠിച്ചിരുന്ന കാലത്ത് സാർ ബെസ്റ്റ് ആക്ടറും നെടുമുടിയോട് സാറ് ബെസ്റ്റ് ക്യാരക്ടർ ആക്ടറായിരുന്നു. അപ്പോൾ നെടുമുടിയോട് എന്ന് പറയുന്നത് നമുക്കറിയാം എത്രത്തോളം വലിയ ആക്ടർ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനേക്കാളും വലിയൊരു ആക്ടർ എന്നാണ് ഫാസ്റ്റ് സാർ എന്ന് അറിയപ്പെട്ടിരുന്നു കോളേജിലൊക്കെ. അപ്പോൾ സാർ ഒരു ഗംഭീര ആക്ടറാണ്. എനിക്കൊന്ന് കുറേയൊക്കെ എനിക്ക് അതും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാർ അഭിനയിച്ച് കാണിച്ചു തരുമ്പോൾ ഞാൻ കുറേയൊക്കെ മിമിക് ചെയ്യുന്നു ആദ്യത്തെ സിനിമയിലൊക്കെ. അപ്പോൾ അത് സാറിൻ്റെ കോൺട്രിബ്യൂഷൻ എനിക്ക് വിലമതിക്കാനാവാത്ത കോൺട്രിബ്യൂഷനാണ്. ഇപ്പം നമ്മൾ റോയിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പം റോയി, ആദ്യത്തെ ഒരു റോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പാവം തോന്നുന്ന, നമുക്ക് ഇഷ്ടം തോന്നുന്ന അങ്ങനെ ഒരു നെക്സ്റ്റ് ഡോർ ഫേസ് ആയിട്ടുള്ള ഒരു പയ്യൻ. പക്ഷെ ഇപ്പോൾ ഔസേപ്പിൻ്റെ ഔസ്യത്തിൽ വന്നിട്ടുള്ള റോയി ആണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ കണക്റ്റഡ് ആയിട്ടുള്ള അല്ല, പുതിയ കാലത്തിന്റെ ഒരു റോയിയാണ്. ഈ റോയി എന്നുള്ള പേര് ഒരു ലെക് നെയിം ആയിട്ട്. ഞാൻ ആക്ച്വലി പിന്നെ ഓർത്തത് ആക്ച്വലി ആ കാര്യം, റോയ് എന്നുള്ള പേര്. പക്ഷെ അത്
ഔസേപ്പിൻ്റെ ഒന്നും മെച്ചുവർ ആയിട്ടുള്ള ക്യാരക്ടറാണ്. മറ്റേത് പക്ക കോളേജ് പഠിക്കുന്ന ഒരു പാവം പയ്യൻ, ആ ഒരു ഏജിലുള്ള അന്ന് അത് ഞാൻ അത്രയും യങ്ങാണ്, എൻ്റെ പ്രായം തന്നെയാണ്. അപ്പോൾ അതും ഇതും രണ്ട് ഡിഫറെൻറ്റ് കോൺട്രാസ്റ്റ് ആണ്. ഈ ഔസേപ്പിൽ റോയ് എന്ന് പറയുന്നത് ഭയങ്കര മെച്ചുവർ ആയിട്ടുള്ള, ഭയങ്കര എംപത്തറ്റിക്കലായിട്ടുള്ള, എല്ലാവരെയും സ്നേഹിക്കുന്ന, എന്നാൽ അവൻ്റെതായിട്ട് രീതിയിൽ കുറച്ച് അലമ്പൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് റോയ് എന്നാണ്. അപ്പോൾ അത് രണ്ടും രണ്ട് ടൈപ്പാണ്. രണ്ടും എൻ്റെ കറണ്ട് പ്രായത്തിന് മാച്ചിങ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ഞാൻ കണക്കാക്കുന്നുള്ളൂ. ആക്ടർ എന്ന രീതിയിൽ എത്രത്തോളം മോൾഡ് ചെയ്തെന്ന് തോന്നിയിട്ടുണ്ട് ഇത്രയും കാലഘട്ട വ്യത്യാസത്തിൽ നോക്കുമ്പോൾ? ഞാൻ ആദ്യമൊക്കെ വരുമ്പോൾ ഞാൻ ഒട്ടും ഒരു ആക്ടറാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആദ്യത്തെ 5 വർഷം അല്ലെങ്കിൽ 6 വർഷം, ഈവൻ 7-8 ഇയേഴ്സ് ഞാൻ ആക്ടറാന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഞാനിപ്പോൾ ചെല്ലുന്നു, ക്യാരക്ടർ കിട്ടുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പോരുന്നതല്ല. ഞാൻ ഒട്ടും എനിക്കറിയില്ല വാട്ട് ഐ എം ഡൂയിങ് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ആ ക്യാരക്ടർ മൊത്തം പഠിക്കാൻ ശ്രമിക്കാറുണ്ട്, സ്ക്രിപ്റ്റ് മൊത്തം പഠിക്കാൻ ശ്രമിക്കാറുണ്ട്, എൻ്റെ ക്യാരക്ടർ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ എൻ്റെ ആയിട്ടുള്ള കുറേ കോൺഫിഡൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ മോർ ഓഫ് എൻ ആക്ടർ എന്ന് ഞാൻ പറയും. പണ്ടൊന്നും അങ്ങനെ ആക്ടർ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. പണ്ട് ചുമ്മാ പോയി ചെയ്യാൻ തമാശയ്ക്ക് വരാത്തുള്ളൂ. എനിക്ക് തോന്നിയിട്ടുണ്ട് ഹേമന്തിന്റെ സംസാരം ഭയങ്കര സ്പീഡാണ് എന്നുള്ളത്. അത് ശരിക്കും കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ അതിനെങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? ആക്ച്വലി ഞാൻ ഒരു ക്യാരക്ടറും ഞാൻ തന്നെ, എനിക്ക് ഈ ഒരു പ്രശ്നം എനിക്കുണ്ട് ആക്ച്വലി. അപ്പോൾ ഞാൻ സിനിമകൾ ചെയ്യുമ്പോൾ ഞാൻ ഫോഴ്സ്ഫുള്ളി ഞാൻ ആ ക്യാരക്ടറിൻ്റെ ഡയലോഗ്സ് ഒക്കെ പ്ലാൻ ചെയ്ത് അത് എല്ലാം കുറേ ബാക്ക് ഹാൻഡ് വർക്ക് നടത്താറുണ്ട് ഞാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഇങ്ങനെ കാഷ്വലി പറയുന്ന പോലെയല്ലല്ലോ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ക്ലാരിറ്റി ഒക്കെ വേണ്ടതുകൊണ്ട് ഞാൻ മാക്സിമം സ്ക്രിപ്റ്റ് പഠിച്ച് എല്ലാം വെൽ പ്ലാൻഡായിട്ടാണ് ഞാൻ പോകാറ്. അപ്പോൾ അത് നമ്മൾ ആ ഒരു പേസൊക്കെ പഠിച്ച് അതിൻ്റെ മോഡുലേഷനൊക്കെ പഠിച്ച് പ്രിപ്പയർ ചെയ്താൽ പോകാറുള്ളൂ. അപ്പോൾ സാധാരണ എനിക്കൊന്ന് പല ആക്ടേഴ്സും സ്പോട്ടിലൊക്കെ എടുത്ത് ചെയ്യാറുണ്ട്. ഞാൻ കുറേ എഫേർട്ട് ബാക്കിലെടുക്കും. 2-3 ദിവസം പ്രിപ്പയർ ചെയ്ത് എല്ലാം പ്ലാൻ ചെയ്ത് അങ്ങനെ ഞാൻ പോകാറുള്ളൂ. അപ്പോൾ അവർ എഫേർട്ട് എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നം വരാറില്ല. അത് പണ്ട് നമ്മൾ ഇതേപോലെ ഡയലോഗൊക്കെ അത്രയും പഠിക്കണം, നമ്മൾ ഫിലിം ക്യാമറയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഇപ്പോഴത്തെ കാലത്തെ സിനിമയ്ക്കും സഹായിക്കുന്നുണ്ട് തോന്നുന്നു അല്ലേ? ഞാൻ ഡയലോഗ്സ് പഠിക്കാൻ കുറച്ച് ഫാസ്റ്ററാണ്. എനിക്ക് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ കുറച്ച് അതെ, എനിക്കത് വലിയ ബുദ്ധിമുട്ടുള്ള ആളല്ല. ഞാൻ എല്ലാം ബൈഹാർട്ട് ചെയ്യും, ഈസിലി ബൈഹാർട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് അത് പ്രശ്നമല്ല. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്ത് മോഡുലേഷനിൽ കൊണ്ടുവരാനുള്ള എൻ്റെ എഫേർട്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യാറുണ്ട്. പണ്ട് ഞാൻ അതുപോലെ തന്നെ കുറേ പേസൊക്കെ പഠിച്ച് ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് വലിയ പാടുള്ള കേസല്ല. ഞാൻ എൻ്റെത് ഓർക്കും, ഓപ്പോസിറ്റ് ആളെ ഓർക്കും. ഇപ്പോൾ എല്ലാം എനിക്ക് ഓർമ്മയുണ്ടോ ഡയലോഗുകൾ. ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡിൻ്റെ സമയത്ത് ആസിഫ് അലിയെയും ടൊവിനോയും മമ്മൂക്ക ഹഗ് ചെയ്ത് നിൽക്കുന്ന ഒരു വീഡിയോയും ഫോട്ടോയും ഒക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. ശരിക്കും ആക്ച്വലി നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുമാർ ഇത്തരത്തിൽ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റി തന്നെയാണ് വളരെ വലുതാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ മാത്രമേ അത് കാണാൻ പറ്റൂ. ഈവൻ അതർ ലാംഗ്വേജിലൊക്കെ ഇപ്പോഴും കോമ്പറ്റീഷനാണ്. യങ്സ്റ്റേഴ്സായിട്ട് ഇപ്പോഴും സീനിയേഴ്സിന് കോമ്പറ്റീഷനാണ് പലപ്പോഴും. എൻ്റെ അറിവ് അങ്ങനെ കേട്ടോ. പക്ഷെ നമ്മുടെ നമുക്കൊന്നും അങ്ങനെ പുള്ളി അങ്ങനെ കാണുന്നേ ഇല്ല, ഒരു കോമ്പറ്റീഷനെ കാണുന്നേ എല്ലാവരെയും. പുള്ളി എല്ലാവരും മക്കളെ പോലെ ചേർത്ത് പിടിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളാണ്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻഡസ്ട്രിയിലൊരു ഭാഗ്യമാണത്, ഇങ്ങനത്തെ സിനി ആർട്ടിസ്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. എല്ലാവരും ലാലേട്ടൻ ഒക്കെയും അങ്ങനെ തന്നെയാണ്. ആരും ഇപ്പം ദിലീപേട്ടൻ, പിന്നെ ഇവനെ കൊണ്ടുവന്നു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ പ്രൊഡക്ഷനിൽ വന്ന ആൾക്കാരാണ്. പൃഥ്വിരാജ്, പുള്ളിയാണ്, ടോവിനോനൊക്കെ അങ്ങനെ ഒരുപാട് പേരെ നമ്മുടെ സീനിയേഴ്സ് അങ്ങനെ കൂടെ കൊണ്ടുപോകുന്ന സീനിയേഴ്സാണ്. അത് നമ്മുടെ ഒരു ഭാഗ്യം, ഇൻഡസ്ട്രിയുടെ ഭാഗ്യം ഞാൻ കാണുന്നു. അത് നമ്മുടെ മാത്രം ഒരു അച്ചീവ്മെൻ്റ് ആണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഡിജിറ്റൽ യുഗത്തിൻ്റെ കാലത്തിൽ ഇവിടെ വരുന്നത് എളുപ്പമാണെങ്കിൽ പോലും നിലനിൽക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുള്ളത്. ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ നമ്മളിവിടെ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സ്വയം ചെയ്യുന്നത്? ഒരുപാട് ഞാൻ അങ്ങനെ ശ്രമിക്കുന്ന ആളല്ല. എനിക്കങ്ങനെ എൻ്റെ ഒരു മെയിൻ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എനിക്കൊരാളെടുത്ത് പോയിട്ട് അവരെ ചോദിച്ചു അങ്ങനെ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഭയങ്കര അവരുടെ കംഫർട്ട്സ് നോക്കി സംസാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിലും സംസാരിക്കും ഞാൻ. പക്ഷെ അല്ല എനിക്ക് വന്ന് നിങ്ങളോട് ഓവർ ഫ്രണ്ട്ലി ആവാനോ, ഞാൻ വളരെ നല്ല ഫ്രണ്ടാണ്, പക്ഷേ ഐ ടേക്ക് ടൈം. ഞാൻ പെട്ടെന്ന് ഫ്രണ്ട്ലി ആവുന്ന ആളല്ല. കുറച്ച് സമയമെടുത്ത് ആളെ മനസ്സിലാക്കിയ ശേഷം മാത്രം ഫ്രണ്ട് ആവുന്ന ആളാണ് ഞാൻ. അപ്പോൾ അത് എൻ്റെ ഒരു കുറവായിട്ട് ഞാൻ കാണുന്നു. ഇൻഡസ്ട്രിയിൽ അത് പറ്റില്ല. നമ്മളെപ്പോഴും ഇവിടെ എല്ലാവരും മാക്സിമം ഇടിച്ച് സംസാരിച്ച് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ പക്ഷേ അതിൽ കുറച്ച് പുറകോട്ടാണ്. ഇപ്പം ഞാനത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ ഞാനെപ്പോൾ ഓർക്കുന്നത്, ഞാനിപ്പോൾ വിളിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടാവും, അവരുടെ സമയം ഫ്രീ ആയിരിക്കും, നമുക്കറിയില്ല. നമ്മൾ മെസ്സേജ് ചെയ്യും, അങ്ങനെയൊക്കെ ബന്ധങ്ങൾ കീപ്പ് ചെയ്യും. അപ്പോൾ അത് ഈ ഇൻഡസ്ട്രിക്ക് പറ്റില്ല. നമ്മൾ വെറുപ്പിക്കാനാണ്, നമ്മൾ അങ്ങനെ നോക്കി നിന്നാൽ നടക്കില്ല. അപ്പോൾ അത് എൻ്റെ ഒരു പോരായ്മയാണ്. അത് മാറ്റണം. അത് പലരും മാറ്റുന്നുണ്ട്, ഞാൻ കാണാറുണ്ട്. ഞാൻ കണ്ട് എനിക്ക് പലപ്പോഴും അസുഖമെന്ന് പറഞ്ഞു ഇവരൊക്കെ എങ്ങനെ ചെയ്യുന്നുള്ളത്. ഞാൻ ഭയങ്കര എംപത്തറ്റിക്കലാണ്. എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സ് വർക്ക് ചെയ്യുന്നത് അവർക്ക് ബുദ്ധിമുട്ടാവോ എന്നാണ് ഞാൻ ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല, ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എൻ്റെ ബേസിക്കലി. ഹേമന്തിന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നത് സംഭവം അങ്ങനെ തന്നെയാണോ? ശരിക്കും ഹേമന്തും അങ്ങനെയാണോ എക്സ്പെക്ട് ചെയ്യുന്നത്? ഞാൻ ഭയങ്കര ഓപ്പൺ ആയിരുന്നു. അപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ വളരെ ഓപ്പൺ ആണ്. അങ്ങനെ ഞാൻ ഒരിക്കലും ഒരാൾ എന്നെ അതെനിക്ക് കുഴപ്പമില്ല. ഞാനിപ്പോൾ മറ്റുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര കൺസേൺ ആണ്. ഞാൻ നമ്മളിപ്പോൾ ഒരു ഡയറക്ടറെ വിളിക്കുമ്പോൾ, ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഭയങ്കര ഹാപ്പി ഇൻസിഡൻറ്റ് ഉണ്ടായി. ഞാൻ മറ്റേ എറിക്ക് സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ പത്മകുമാർ സാറിനെ വിളിച്ചു, പത്മകുമാർ. അദ്ദേഹം ഒരു വലിയ ഡയറക്ടറാണ്. പപ്പേട്ട അങ്ങനെ നമ്മുടെ പടമുണ്ട്, ഒന്ന് വരുമെന്ന് ചോദിച്ചു. ഞാൻ ഓർത്തത് പുള്ളി വരില്ലെന്നാണ്. പുള്ളി ഇത്ര തിരക്കുള്ളതാണ്. പുള്ളി ഒരു പടം ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടുത്ത പടം ചെയ്യാൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളി നമ്മുടെ ഫെഫ്കേടൊക്കെ എന്തൊക്കെയോ ഭയങ്കര ലീഡിങ് പൊസിഷനിലൊക്കെയാണ്. പുള്ളി ഇപ്പോൾ എയർപോർട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു പുള്ളി വരില്ല, മാന്യത പുറത്ത് പറഞ്ഞു. പക്ഷേ ഞാൻ എത്ര മുമ്പ് പുള്ളി തിയേറ്ററിലെത്തി.
അപ്പം ഞാൻ ഓർത്തതൊക്കെ ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും, നമ്മുടെ പ്രശ്നമാണ് ആക്ച്വലി അത്, നമ്മളാണ് ആക്ച്വലി അത് ചെയ്യേണ്ടത്, ആൾക്കാരെ ബുദ്ധിമുട്ടിക്കേണ്ടത് എനിക്ക് തോന്നുന്നു. പപ്പേട്ടൻ അദ്ദേഹത്തിൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം മാറ്റി വെച്ച് തിയേറ്ററിൽ ഞാൻ ഇതിനു മുമ്പ് എത്തി സിനിമ മൊത്തം കണ്ട് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തത് നമുക്ക് കാണാമെന്ന് പറഞ്ഞ പുള്ളി പോയത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്, നമ്മൾ അവരെ സീക്ക് ചെയ്ത് പോകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പം ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആരൊക്കെ അങ്ങനത്തെ ഉണ്ടെന്നുള്ളത്. പക്ഷെ അത് എനിക്കൊന്ന് വളരെ കുറവാട്ടോ, പപ്പേട്ടനെ പോലെ ആൾക്കാർ കുറവായിരിക്കും. സ്റ്റിൽ ഞാൻ അങ്ങനത്തെ ആളാണ്, ഞാൻ എന്നോട് ഹെൽപ്പ് വെച്ച് ഞാൻ അഫിലിയേറ്റ് ചെയ്യും, ആർക്കെങ്കിലും ചെയ്യും. ഇപ്പോൾ ചൈൽഡ്ഹുഡ് ഡയറക്ടർ ആയിട്ടുള്ള ഹരി കഴിഞ്ഞ ദിവസം സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ തന്നെ കുറെ മുന്നിറങ്ങിയുള്ള അഭിമുഖങ്ങൾ വരുമ്പോൾ ചെറിയ പ്രായത്തിൽ ഈ ഫെയിം വരുന്നതൊക്കെ അന്ന് ആ സമയത്ത് ചൈൽഡ്ഹുഡിൽ കുട്ടികൾ മിണ്ടാതെ അങ്ങനെ കുറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും ഒരുപാട് ചൈൽഡ്ഹുഡ് ട്രോമാസ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം എന്ന രീതിയിൽ ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയൊരു കോളേജ് കുട്ടി പ്രായത്തിലാണ് ഹേമന്തും ഈ ഫെയിം എല്ലാം വരുന്നത്. അത് ശരിക്കും ആ സമയത്ത് എങ്ങനെയാ അത് ശരിക്കും എൻജോയ് ചെയ്തിരുന്നോ, അതോ അതിനെങ്ങനെയാ ശരിക്കും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? അല്ല, ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു, എനിക്ക് അങ്ങനെ ഒട്ടും പറ്റത്തുള്ള ബന്ധമുണ്ട്. പിന്നെ ആ ക്യാരക്ടർ ഞാനായിട്ട് ഭയങ്കര ബന്ധമുണ്ട് ആ സമയത്ത്, ഇപ്പം അല്ല, ആ സമയത്ത്. അപ്പം ഞാനിത് ലക്കിലി എൻ്റെ സിനിമ ഫസ്റ്റ് ഇറങ്ങുമ്പോൾ ഓൾമോസ്റ്റ് പഠിച്ച് കഴിഞ്ഞിരുന്നു, ഞാൻ പാസ് ഔട്ട് ആയിരുന്നു കോളേജിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ സ്റ്റിൽ എനിക്ക് ആളുകൾ എന്നെ തിരിച്ചറിഞ്ഞൊക്കെ ഭയങ്കര ചമ്മലാണ്. എനിക്ക് ഇപ്പോഴും അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് പബ്ലിക്കലി പോകുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട്, കുറച്ച് ഇൻട്രോവേർട്ടാണ് ഞാൻ. അതായത് നമുക്ക് ഫംഗ്ഷൻ പോകുമ്പോൾ എനിക്ക് ഓക്കെയാണ്, അല്ലാതെ ഞാനിപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോഴോ ഒക്കെ എന്നെ തിരിച്ചറിയുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് എൻ്റെ ഒരു നേച്ചറാട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് പഠിച്ചിരുന്ന കാലത്ത് കുഴപ്പമില്ല. പക്ഷേ കുറേ കോളേജ് ഫംഗ്ഷനൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. നമുക്ക് ഈ കോളേജ് ഫംഗ്ഷൻ ഗസ്റ്റ് ആയി പോകുന്നത് കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി. ഇപ്പോഴത്തെ പോലെയല്ല, ഒന്നും കൂടെ ഒരു ഈ വാട്സപ്പ് ഒക്കെ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഫോണൊക്കെ അത്രയും കുറേ പ്രോഗ്രാംസ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ വരുന്നതിന് മുമ്പാണ് ആ സമയത്തൊക്കെ. അപ്പോൾ അന്നൊക്കെ കുട്ടികൾക്ക് നമ്മളെ അങ്ങനെ കാണാനുള്ള ചാൻസ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻസ് മാത്രമാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര രസം, അന്നൊക്കെ ഭയങ്കര ആവേശവും ഭയങ്കര രസമായിരുന്നു ആ സമയത്തൊക്കെ. അത് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ട്. അന്ന് ഒരുപാട് സ്ത്രീ ആരാധകരൊക്കെ ഉണ്ടായിരുന്നു, പെൺകുട്ടിയായിരുന്നു വേണമെങ്കിൽ പറയാം. ഞാൻ കുറേ കോളേജിൽ സമയത്ത് ഗസ്റ്റ് ആയി പോയിട്ടുണ്ട്, വിമൻസ് കോളേജ് ഒത്തിരി പോയിട്ടുണ്ട് ആക്ച്വലി. കുറേ എനിക്ക് എണ്ണം പോലും ഓർമ്മയില്ല, അത്ര വിമൻസ് കോളേജ് ഗസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അന്ന് ശരിക്കും ആരാധകർ എങ്ങനെയായിരുന്നു നിങ്ങളെ സെലിബ്രിറ്റീസിനെ കണക്ട് ചെയ്യുന്നത്? എങ്ങനെയായിരുന്നു? എനിക്ക് കത്തൊന്നും വന്നിട്ടില്ല, അതൊക്കെ എനിക്കൊന്ന് കുറെ കാണുമ്പോൾ ഉള്ള ഈ ഒരു എക്സൈറ്റ്മെന്റ്. കത്തിന്റെ കാലം കഴിഞ്ഞു ഓൾമോസ്റ്റ്, ഞാനൊക്കെ ആക്ടറായി വരുമ്പോഴേക്കും വാട്സപ്പ് തുടങ്ങി വരുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അന്ന് കണക്റ്റിങ് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ കാണുമ്പോൾ ഉള്ള എക്സൈറ്റ്മെന്റ് ഭയങ്കര രസമായിരുന്നു. ഫോട്ടോസ് എടുക്കുക, അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ കത്തൊക്കെ എനിക്ക് തൊട്ട് മുമ്പത്തെ ജനറേഷനാണ്, നമ്മുടെ ജനറേഷനിൽ ഇല്ല. ഇപ്പോൾ സിനിമകൾ ഒരുപാട് ചെയ്തതിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാത്ത സിനിമകളുണ്ട്. ഒരുപക്ഷെ അതിലെ കഥാപാത്രങ്ങൾ നല്ലതായിരിക്കും, പക്ഷെ സിനിമകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ തെരഞ്ഞെടുപ്പുകളിൽ പാളിച്ചകൾ സംഭവിച്ചതായിട്ട് തോന്നിയിട്ടുണ്ട്? ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ചോദിച്ച് പോകാത്ത പ്രശ്നങ്ങളുണ്ട് തന്നെ. എന്നിലേക്ക് വരുന്ന സിനിമകൾ ചിലപ്പോൾ ചെറിയ സിനിമകളായിരിക്കും, സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നന്നായി പെർഫോം ചെയ്താൽ പോലും അത് പലരും കാണുന്നില്ല. പിന്നെ ഓൺലൈനൊക്കെ ഇറങ്ങി വരുമ്പോൾ ആൾക്കാർ കാണുന്നത്. ഇപ്പോൾ ഈ എറിക്ക് എന്ന സിനിമ പോലും തിയേറ്റർ കണ്ടവർക്കൊക്കെ ഭയങ്കര അഭിപ്രായമുണ്ട്, ഒരുപാട് പേര് എന്നെ വിളിച്ച്. പക്ഷേ അത് ഇത്രയും വലിയ സ്കെയിലിൽ പോകണം എന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ വലിയ സിനിമകളിൽ ചെറിയ ക്യാരക്ടേഴ്സ് നിന്നാണ് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇപ്പോഴും ആൾക്കാർ ഓർഡിനറി ഡോക്ടറിലൊക്കെ പറയുമ്പോഴും അതിലും ഒരുപാട് നല്ല റോൾസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ടഫായിട്ടുള്ള ഫിസിക്കലിയും ഇമോഷണലിയും ടാക്സിങ് ഒരുപാട് റോൾസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പലരും കണ്ടിട്ടില്ല. അപ്പോൾ ഒരു വേറെ സിനിമ ഉണ്ട് ചാർമിനാർ എന്ന് പറഞ്ഞിട്ട്, അതിലെൻ്റെ ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ്. അതേപോലെ അങ്ങനത്തെ ഒരുപാട് 4-5 മൂവീസ് അഭിനയിച്ചിട്ടുണ്ട്, നല്ല നല്ല പെർഫോമൻസ് ഉള്ളത്. പക്ഷെ അതൊന്നും പലരും കണ്ടിട്ടില്ല, കാരണം ഈ പറഞ്ഞ കമ്പാരിറ്റീവ്ലി ചെറിയ മൂവീസാണ്. ഇപ്പോൾ ഈ ഡോക്ടറിലും ഓർഡറൊക്കെ വലിയ ആർട്ടിസ്റ്റിലായതുകൊണ്ട് ആൾക്ക് കണ്ടിട്ടുണ്ടാവും. എൻ്റെ കവി സാറ് പറഞ്ഞു അയാൾ ഞാൻ തമ്മിൽ ക്യാരക്ടർ കൊള്ളായിരുന്നു. അതായത് ഞാൻ ആ ഒരു 2 സിനിമകളുള്ള പറഞ്ഞു, ഒന്നുമില്ല എനിക്ക് ചെയ്യാനില്ല. അത് ഒരാൾക്കൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു എന്താ പറയുക ഭാഗ്യക്കേടാണ്. വലിയ സിനിമകൾ കയറി മാത്രം ആൾക്കാർ നോട്ടീസ് ചെയ്യത്തുള്ളൂ. പിന്നെ ഇപ്പോഴും നമ്മൾ മലയാളത്തിൽ ഇപ്പോഴും ചെറിയ സിനിമകൾക്ക് സ്പേസ് ഇല്ല, അത് റിയാലിറ്റിയാണ്. തിയേറ്ററിൽ പോലും നല്ല ഷോസ് കിട്ടില്ല, പലരും കാണാനുള്ള സ്പേസ് ഇല്ല. എന്താ പ്രശ്നം ശരിക്കും? മാർക്കറ്റിംഗിൽ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളാണോ അതോ? അല്ല, ആളുകൾക്ക് ബേസിക്കലി അങ്ങനെ ഒരുപാട് ഫണ്ട് വേണം ബേസിക്കലി. അപ്പോൾ ചെറിയ സിനിമകളൊക്കെ എടുത്ത് വരുമ്പോൾ അവർക്ക് അത്രയും ഫിനാൻഷ്യലി പുള്ള് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അവർക്ക് പറ്റുന്ന പോലെ മാർക്കറ്റ് ചെയ്യും. പിന്നെ ആൾക്കാരെ തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അതിന് കുറച്ച് എസ്പെഷ്യലി നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിലാക്കലും എല്ലാവരും ബിസിയാണ്. അപ്പോൾ തിയേറ്റർ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ തിയേറ്റർ അപ്പോൾ എപ്പോഴല്ല ചിന്തിക്കുന്നത് ഈ സിനിമ തിയേറ്ററിൽ കാണേണ്ട ആവശ്യമുണ്ടോ, അത് നാളെ TV കണ്ടാൽ മതിയോ, ഇതാണ് കമ്പാരിസൺ. അപ്പോൾ അത്രയും സ്ട്രൈക്കിംഗ് ആയിട്ട് തിയേറ്ററിൽ കാണണം എന്നുള്ള ഫീൽ വന്നാൽ മാത്രമേ തിയേറ്ററിൽ പോയി കാണുള്ളൂ. അപ്പോൾ അതിലേക്ക് എത്തുന്ന പറഞ്ഞാൽ അത്രയും മാർക്കറ്റിംഗ്, അത്രയും ഫണ്ട് പുള്ള് ചെയ്യണം. അത് അത്ര ഈസി അല്ല ആക്ച്വലി. അതായത് തിയേറ്ററിൽ ഹോൾഡ് ചെയ്യണം, ഡിസ്ട്രിബ്യൂഷനൊക്കെ ഒത്തിരി ഫണ്ട് വേണം. അപ്പോൾ അത്രയും പ്രൊഡക്ഷന് ഫണ്ടില്ലാത്ത ആൾക്കാരാകുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി. അതാണ് ശരിക്കും ഇത്രയും വർഷത്തെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ്, അതായത് ഒരു റിലീസ് ഡേയിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആയത് ഏത് സിനിമയുടെ ഭാഗമായതായിരിക്കും?
ഇതൊന്നും ഉണ്ടായിട്ടില്ല ആക്ച്വലി. ഞാൻ എനിക്ക് ഉണ്ടാവണം ഭാവിയില്ല. ഞാൻ അത്ര ഭയങ്കര ഹാപ്പി ഒരു മൊമെന്റ് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഹാപ്പി ഹൈ ഉണ്ടല്ലോ, അതൊരു വന്നിട്ടില്ല. സി ഓർഡിനറി വാസ് എ ബിഗ് ഹിറ്റ്. അത് ഞാൻ റിലീസ് ഡേ കണ്ട പടമാണ്. പക്ഷെ അതെൻ്റെ ഓർമ്മയിലില്ല. കാരണം അന്ന് ഞാനൊരു സിനിമ സീരീസ് കണ്ടു തുടങ്ങിയിട്ടില്ല. അതൊരു എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും തിയേറ്ററിൽ ആൾക്കാർ ഭയങ്കര അപ്രീഷിയേറ്റ് സിനിമയാണ്. ഞാൻ ഫസ്റ്റ് ഡേ കണ്ട എനിക്ക് ഓർമ്മയുണ്ട്. അത് മാത്രമാണ് എനിക്ക് അങ്ങനെ ഓർമ്മയിലുള്ളത്. ബാക്കിയൊന്നും ഞാൻ ഉദ്ദേശിച്ച ലെവലിൽ ഹൈ വന്നിട്ടില്ല. അതിനി വരണം ഫ്യൂച്ചറിൽ. ലെറ്റ്സ് സീ, നോക്കാം. ഓക്കെ, വരട്ടെ എന്തായാലും. ചട്ടക്കാരി എന്നുള്ള ഒരു സിനിമ എനിക്കൊന്ന് ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്തൊരു സിനിമയാണ്. പക്ഷേ ആ സിനിമ പല രീതിയിലുള്ള ചർച്ചകൾക്കും വഴിവെച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പം ആ പ്രായത്തിൽ അത്തരത്തിലുള്ളൊരു വേഷം ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ അതെങ്ങനെയായിരുന്നു അത് എടുത്തത്? ചട്ടക്കാര് സിനിമ ആക്ച്വലി കണ്ടവർക്ക് അറിയാം. അതിന്റെ റീമേക്ക് ആണ്. പഴയതിൽ ഭയങ്കര ഇന്റിമേറ്റ് സീൻസ് ഒക്കെ ഉണ്ട്. ഇതിലൊന്നുമില്ല. ഇത് അതിന്റെ കൂടുതലും ഒരു എന്താ പറയാ ക്ലാസിക് വേർഷനാണ് നമ്മൾ ഇപ്പൊ എടുത്ത ചട്ടക്കാരി. അത് തിയേറ്ററിൽ കണ്ടൊക്കെ അറിയാം. അതിനകത്ത് അങ്ങനെ ഒരു ഭയങ്കര റൊമാൻറ്റിക് സീൻസ് ഒന്നും ഇല്ല. അത് തന്നെയാണ് ആ പടത്തിന്റെ പ്രശ്നം. കാരണം ആൾക്കാർ പ്രതീക്ഷിച്ചത് നിർവേദൊക്കെ പോലെ ഭയങ്കര എറോട്ടിക് സീൻസ് ഒക്കെ ഉണ്ടാവുന്നു. പക്ഷെ അതിന്റെ ഡയറക്ടർ അതിനെ പിക്ചറൈസ് ചെയ്തത് മോർ ഓഫ് എ ക്ലാസിക് സിനിമയായിട്ടാണ് പിക്ചറൈസ് ചെയ്തത്. അങ്ങനത്തെ ഒരു വൾഗാരിറ്റി അല്ലെങ്കിൽ സോ കോൾഡ് അങ്ങനത്തെ ഇന്റിമസി സീൻസ് ഒന്നും ഇല്ലാത്തൊരു സിനിമയായിരുന്നു ചട്ടക്കാരി. പക്ഷേ ഡിസ്കഷൻ അങ്ങനെ അത് അങ്ങനെ ആൾക്കാർ പ്രതീക്ഷിച്ചു. പക്ഷെ ഉണ്ടായില്ല. ആൾക്കാർ പ്രതീക്ഷിച്ച അങ്ങനെ സിനിമ. പക്ഷെ അത് വന്നതുമില്ല. അതാണ് ആ സിനിമയുടെ പ്രശ്നം. പ്രശ്നമല്ല, ആക്ച്വലി അതൊരു ഭയങ്കര നല്ല സിനിമയായിരുന്നു. പക്ഷെ ആൾക്കാർ ഉദ്ദേശിച്ചത് മോർ ഓഫ് എ ഡിഫറെന്റ് കോണ്ടന്റ് ആയിരുന്നു. അത് ഉണ്ടായില്ല. പക്ഷെ നല്ല പാട്ടിലൊക്കെ ഉണ്ടാവും. കുറെ നല്ല സോങ്സ് ഇപ്പോഴും എല്ലാവരും നല്ല പാട്ടിലാണ്. ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ ചട്ടക്കാരിയുടെ മുന്നത്തെ സിനിമയിലെ അതേ കഥാപാത്രം റെഫറൻസ് പോലെ എടുക്കുകയാണ് എന്തെങ്കിലും ചെയ്തിരുന്നു? ഞാൻ അന്ന് ഒട്ടും സീരിയസ് ആ സിനിമയെ കുറിച്ച്. എന്നെ വിളിക്കുന്നു, അഭിനയിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ എന്നെ ആ സിനിമയ്ക്ക് വിളിച്ചത് മേനക സുരേഷ് കുമാറാണ്. അവരുടെ പ്രൊഡക്ഷൻ ആയിരുന്നു അത്. മേനകാൻ്റെ എൻ്റെ അമ്മയെ അഭിനയിച്ചാണ് ഫസ്റ്റ് മൂവിയിൽ. അപ്പൊ അങ്ങനെയാണ് എന്നെ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ മാം വിളിക്കുന്നു, അപ്പോൾ ചെയ്യുന്നു. വലിയ ബാനറാണ്, റീമേക്ക്. ഞാൻ പഴയ പടം കണ്ടിട്ടില്ല, പാട്ട് കണ്ടിട്ടുണ്ട്, പഴയ പടം ഞാൻ കണ്ടിട്ടില്ല. അതൊന്നും ഞാൻ ഒട്ടും സീരിയസ് അല്ല. വെരി ഫ്രാങ്ക്, എനിക്ക് അറിയത്തുമില്ല ആ സിനിമ. ആ പോയിട്ട് നോക്കാം എന്നുള്ള മൂഡിൽ ഞാൻ പോയത്. പക്ഷെ അത് നല്ല ടീമായിരുന്നു. നല്ല ഡയറക്ടർ, നല്ല സന്തോഷ്, നല്ല ഡയറക്ടറായിരുന്നു. നല്ല ക്രൂ ആയിരുന്നു. എം ജയന്തൻ്റെ മ്യൂസിക് ആയിരുന്നു. ഒരുപാട് നല്ല നല്ല സോങ്സ് ആ പടത്തിലുണ്ടായിരുന്നു. ബേസിക്കലി ഞാൻ അന്ന് ഐ വാസ് 22, 21 അത്ര എനിക്ക് പ്രായമുള്ളൂ. അപ്പോൾ അതൊന്നും എനിക്ക് അന്നൊന്നും സിനിമ സീരിയസ് ആക്കാനുള്ള പ്രായമോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പോയി ചെയ്യുന്നു, അത്ര ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി മെമ്മറീസ് ബ്രിങ് ബാക്ക് എന്ന് പറഞ്ഞ പോലെ കുറച്ച് കഥാപാത്രങ്ങൾ ഞാൻ പറയാം ഹേമന്തിന്റെ. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മെമ്മറി, ഒപ്പം അഭിനയിച്ചതോ അതിലെ എന്തെങ്കിലും കാര്യം എന്നോട് പറഞ്ഞാൽ മതി. റോയ് മാത്യു തന്നെ എടുക്കുക ആദ്യം. അത് ഒരുപാടുണ്ട്. നമ്മളെ ഒരു ഷൂട്ട് ചെയ്തൊരു കോളേജിലാണ്. അപ്പോൾ അത് ടിപ്പിക്കൽ ഒരു കോളേജ് ലൈഫ് പോലെ തന്നെ. നമ്മൾ ട്രോളുകൾ ചെയ്യുക, ഈ പറഞ്ഞ പോലെ നമുക്ക് പാര വയ്ക്കുക, വെള്ളം കോരി ഒഴിക്കുക, കുറേ സംഭവങ്ങൾ. നമ്മൾ ലൊക്കേഷനിലേക്കൊന്നും മറക്കാൻ പറ്റില്ല. നമ്മൾ കുറേ പയ്യന്മാരുണ്ടായിരുന്നു, പിന്നെ കുറേ ഭാവന ഉണ്ടായിരുന്നു. ഭാവനയൊക്കെ പിന്നെയും കമ്പാരിറ്റീവ്ലി കുറച്ച് ഡീസൻ്റ് ആയിരുന്നു ഞങ്ങളൊക്കെ അപേക്ഷിച്ച്. ഞങ്ങളൊക്കെ മഹാലംബായിരുന്നു. അവളൊക്കെ പിന്നെയും കുറേയൊക്കെ, ഭാവന ഓൾമോസ്റ്റ് ഒരു സ്റ്റാർ ആ സമയത്തൊക്കെ. അപ്പോൾ കുറച്ചൊരു സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഞാനും മണിക്കൂട്ടൻ, ഭഗത്ത്, അജുവാൻ ഒരുപാട് പേര് ആ സമയത്ത് തന്നെയായിരുന്നു. അപ്പം നമ്മൾ പരസ്പരം ട്രോൾ ചെയ്യുക, പാര വയ്ക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സംഭവം പ്ലാൻ ചെയ്യുക. ഇവൻ നമ്മുടെ ഡയറക്ടർ ബീച്ചേട്ടനും ടീമൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഓരോരോ ട്രോൾസ് ഉണ്ടാക്കുക, പാര വയ്ക്കുക, ഓരോരോ നമ്മൾ പണി കൊടുക്കുക, അങ്ങനെ കുറേ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം നമ്മൾ കുറേ ആരൊക്കെ വെള്ളം കോരി ഒഴിച്ചതൊക്കെ ഉണ്ട് ലൊക്കേഷനിൽ തന്നെ, കോളേജിനകത്ത് തന്നെ. അങ്ങനത്തെ കുറേ മെമ്പേഴ്സ് അപ്പെടുന്നത്. ചാക്കോച്ചൻ അന്നൊക്കെ കുറച്ച് റിസർവ്ഡ്, കാരണം പുള്ളി ഇത്രയും പയ്യന്മാരുടെ പുള്ളി കുറച്ചൊന്നും മാനേജായിരുന്നു. ചാക്കോച്ചൻ ഭാവനൊക്കെ കുറച്ച് ഡീസൻ്റ് ആയിരുന്നു. ഏത് കോളേജ് വെച്ചിട്ടായിരുന്നു? SB കോളേജ് ചങ്ങനാശ്ശേരി. അവിടെ തന്നെയായിരുന്നു. 90% ലൊക്കേഷൻ അവിടെ തന്നെയായിരുന്നു. എന്റെ ക്യാമ്പസ് മൊത്തം സോങ്സും എല്ലാം അവിടെ തന്നെയായിരുന്നു. ബാക്കി കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പുറത്തുണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് ഇപ്പോഴും സൗഹൃദം ഉണ്ടോ? പിന്നെ എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, ശശി എന്നെ പറയാം. ശശി ചട്ടക്കാരി സിനിമ എനിക്ക് ഓർമ്മ വരുന്നത് ഊട്ടിയിലാണ് ഷൂട്ടുണ്ടായിരുന്നത്. ഊട്ടിയിൽ ഞാൻ അങ്ങനെ അധികം ഊട്ടി പോകാത്തുള്ള. അപ്പോൾ ലൊക്കേഷനും ആ ഒരു അറ്റ്മോസ്ഫിയറും ഒരു വീടും എല്ലാം ഭയങ്കര ഒരു കോസി, തണുപ്പത്ത്. പിന്നെ ഇന്നസെൻ്റ് അങ്ങനെയുള്ള തമാശകൾ ഭയങ്കര മെമ്മറിയാണ്. കാരണം പുള്ളി ഭയങ്കര ഹ്യൂമർ സെൻസിലുള്ള ആളാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കും, കുറേ പേര് ചുറ്റും കയറി ഇരിക്കും, പുള്ളി തുടങ്ങും. അത് ഭയങ്കര ഭംഗിയിൽ പുള്ളി അവതരിപ്പിക്കുന്നത് തമാശകളൊക്കെ നമുക്ക് സിനിമ കാണുന്ന പോലെ കാണാം. അദ്ദേഹത്തിന് ഭയങ്കര മിസ് ചെയ്യുന്ന ആളാണ്. കാരണം ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഒരു ഗ്രൂപ്പിനെ എങ്ങനെ ഹാപ്പി ആക്കാമെന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹം പഴയ കഥകളും പഴയ ഇൻസിഡൻസ് ഒക്കെ കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് ആ ഉള്ള പ്രേക്ഷകർക്ക് എങ്ങനെ വർക്കാവുന്ന പുള്ളി പറഞ്ഞ് ഫലിപ്പിക്കുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര മെമ്മറീസ്. ആ തണുപ്പത്ത് നമ്മൾ ഒരു ഫാമിലി പോലെ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിരുന്ന്, ഒരു വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ ഇട്ടിരുന്ന്, അത് ഭയങ്കര നല്ല മെമ്മറീസ് ആ സിനിമയ്ക്കകത്തുണ്ട്. ഇങ്ങനത്തെ കുറേ ഓർമ്മകൾ. പിന്നെ ട്രെയിനിനകത്ത് കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഊട്ടിയിൽ ട്രെയിൻ ഭയങ്കര മെമ്മറി. ഇപ്പം അവിടെ ഷൂട്ടിംഗ് ഇല്ലെന്ന് തോന്നിക്കും. അന്നൊക്കെ നമുക്ക് ട്രെയിനിൽ കയറി യാത്രയൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ നല്ല മെമ്മറീസ് ആയിരുന്നു ആ സമയത്ത്. ജോജോ അയാൾ ഞാൻ തമ്മിലാണ്. ഞാൻ വളരെ ആക്സിഡൻ്റലി സിനിമയ്ക്ക് കയറിയാണ്. ആ സിനിമയിലേക്ക് ഞാൻ നിവിൻ്റെ കുട്ടിയുടെ ബാപ്റ്റിസ്റ്റിന് പോയ സമയത്ത് അവിടെ ലാലു സാർ ആ പടത്തിൻ്റെ ആ ഒരു ഫംഗ്ഷന് പങ്കെടുത്തിരുന്നു. അവിടുന്നാണ് സാറിനെ കണ്ടിട്ട് ഇതിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് പൃഥ്വിരാജിനെ ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. എൻ്റെ ഒരു ഐക്കൺ അല്ലെങ്കിൽ എൻ്റെ ഒരു ഗോ ടു ആക്ടർ അന്നൊക്കെ. പുള്ളി ഭയങ്കര സ്റ്റൈലും മൊത്തത്തിൽ ആ സമയത്ത്
ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പുള്ളിയെ കാണുന്നതാണ് എനിക്ക് ഭയങ്കര ഒരു ഫാൻ ബോയ് മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ലൊക്കേഷനിൽ പോകുമ്പോൾ പുള്ളിയെ കാണാൻ ഞാൻ ഭയങ്കര സ്റ്റക്ക് നിൽക്കുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സീൻ തന്നെ ഞാൻ ബൈക്ക് ഓടിച്ച് വരുന്നു, രാജുവേട്ടനും പ്രതാപ് പോത്തനും നടന്നു വരുന്നു, ജോയിൻ ചെയ്യുന്നു, സംസാരിക്കാൻ എൻ്റെ ഫസ്റ്റ് സീൻ. അപ്പം ഞാൻ ഈ വണ്ടി പഴയൊരു വണ്ടിയാണ്, അതൊരു അന്ന് കുറച്ച് ഒരു പഴയ പാസ്റ്റ് ഞാനുള്ളത്, ആ സിനിമയുടെ പാസ്റ്റ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി മൊത്തം പുകയൊക്കെ ആയിട്ട് ഓടിക്കാനും ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ പുള്ളി എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു ആക്ച്വലി. പിന്നെ ആ പടം ത്രൂ ഔട്ട് പുള്ളി എന്താ പറയുക, ഒരു ബിഗിനറായിട്ടുള്ള എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ പടത്തിനകത്ത്. ഈ വണ്ടി ഓടിച്ചിട്ടും പുകയൊക്കെ അടിച്ച പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, നിൻ്റെ പ്രശ്നമില്ല, വണ്ടിയുടെ പ്രശ്നമാണ്, മൈൻഡ് ചെയ്യണ്ട, ബി കൂൾ എന്നൊക്കെ പറഞ്ഞ് അവിടെ സമാധാനമാക്കി വിട്ടു. പിന്നെ വേറെ സീനിൽ ഞാൻ മരിച്ച് ബെഡ് കിടക്കുകയാണ്, അപ്പോഴും പുള്ളി കുറേ ചെറിയ ചെറിയ ടിപ്സൊക്കെ പറഞ്ഞു തന്ന്. അപ്പം നമുക്കൊരു ഫാൻ ബൈ മൂവ്മെൻ്റ് ആണ് അപ്പുറത്ത് നിൽക്കുന്നത്, നമ്മുടെ ഒരു ഐക്കണായിട്ടുള്ള ആളെ നിൽക്കുന്നത്. പക്ഷെ പുള്ളി നമുക്ക് എല്ലാം പറഞ്ഞു തന്നു. ഞാൻ പുള്ളിയിൽ നിന്ന് പഠിച്ച മെയിൻ കാര്യം എല്ലാം ഒബ്സർവ് ചെയ്യണം എന്നുള്ളത് ഞാനിപ്പോൾ എപ്പോഴും ചെയ്യാറുണ്ട്. പുള്ളിക്ക് എല്ലാം അറിയാം. പൃഥ്വിരാജ് ഒരു ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് അവിടെ എന്തൊക്കെ ഉണ്ട് ആർക്കെന്നൊക്കെ പുള്ളി കാണപ്പെടണം. പുള്ളി നോക്കിയില്ലെങ്കിൽ പോലും പുള്ളിക്ക് അവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നത് പുള്ളി ഭയങ്കര കീൻ ഒബ്സർവറാണ്. എല്ലാ ഡയലോഗ്സും പുള്ളിക്ക് അറിയാം, ഇവരെന്ത് പറയും ഒക്കെ പുള്ളിക്ക് അറിയാം, മൊത്തം പുള്ളി പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു, ഞാനത് ഇപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് എല്ലാം അണ്ടർ നമ്മുടെ കൺട്രോളാണ്, നമുക്കെല്ലാം അറിയുമ്പോൾ. അപ്പോൾ അതൊക്കെ ഞാനൊരു ലേണിംഗ് കർവ് ആയിരുന്നു പുള്ളിയുടെ അടുത്ത് എനിക്ക്. ഇപ്പൊ അയാൾ ഞാനും തമ്മിൽ എന്ന് പറഞ്ഞ സിനിമ രവി തരംഗൻ എന്നുള്ള ഭയങ്കര ക്യാരക്ടർ, എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് പുള്ളിയുടെ. എനിക്കത് മലയാളത്തിൽ ഇഷ്ടപ്പെട്ടുള്ള കഥാപാത്രങ്ങളിൽ. അതായത് ഞാൻ ഒരു ദിവസം രാവിലെ പോയി ലൊക്കേഷൻ പോയിരിക്കും, പുള്ളി നടന്നു വരാൻ സംഭവം എടുത്തോണ്ടിരിക്കുക. അതൊക്കെ പിന്നെ പാട്ടിൽ ഭയങ്കര ഭംഗിയായിട്ട് വന്നു. അതുപോലെ ഇങ്ങനെ ഒരു മഞ്ഞിൽ നടന്നു വരുന്ന സാധനമൊക്കെ ആ പാട്ടിലെ അഴലിൻ്റെ അടങ്ങിയുള്ള പാട്ടില്. ആനന്ദ് ചന്ദ്രശേഖരൻ മറ്റേ ഇതിനകത്ത് നമ്മുടെ നിർണായകത്തിനകത്ത് അതും ഒരു നല്ല പാടാ, ഭയങ്കര ഔട്ട്റേറ്റർ ആയിട്ടുള്ളൊരു പാടാ. അതെ, അത് പടം അത് ആക്ച്വലി ആ പടത്തിന് സമയത്താണ് എനിക്ക് എന്തോ വന്നു, സ്ട്രൈക്കോ എന്തോ ഒരു സാധനം വന്നിട്ട് ആ പടം താഴെ പോയി പടം. അത് ഗംഭീര പടം, ആസിഫിൻ്റെ നല്ല പെർഫോമൻസും ആണ്, വിക്കി പി സാറിനായിട്ട് ഭയങ്കര നല്ല പെർഫോമൻസിലെ പടമാണ്. അത് ഭയങ്കര അണ്ടർറേറ്റഡ് പോയ പടമാണ്. എൻ്റെ ക്യാരക്ടർ കുറച്ചുള്ളൂ അതിനകത്ത്, വളരെ കുറച്ചുള്ളൂ. ഒരു സീക്വൻസ് എനിക്ക് അതിനകത്തുള്ളൂ. അത് ഞാൻ ചെയ്യാൻ വേണ്ടി ഇതുപോലെ വിക്കി പി സാറിനെ വിളിച്ച് ഞാൻ പോയി. അതിനകത്ത് ഫസ്റ്റ് ഞാൻ അത് മൊത്തം ഒറ്റയടിക്ക് പറഞ്ഞു. അത് ഈ പറഞ്ഞ ഡയലോഗ് ബൈ ഹാർട്ട് ചെയ്യാൻ സ്കില്ലുകൊണ്ട് തന്നെ പറഞ്ഞപ്പോൾ അവർ എനിക്ക് ക്ലാപ്പൊക്കെ തന്നു. അത് മാത്രം എനിക്ക് ഓർമ്മയില്ല. അതിനകത്ത് കാര്യമായിട്ടൊന്നും പറഞ്ഞതില്ല. എൻ്റെ ക്യാരക്ടർ വളരെ ചെറുതാണ്, ചെറിയ ക്യാരക്ടറാണ്. ആനന്ദ് അത് പറഞ്ഞപ്പോൾ ആനന്ദാണ് ചാർമിനാറിൽ. അതെ, ഓക്കെ. ചാർമിനാറിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അതിനകത്ത് എൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എൻ്റെ കോസ്റ്റാർ അശ്വിൻ കുമാർ ആയിരുന്നു. അശ്വിൻ ഗംഭീര ആക്ടറാണ്. അശ്വിൻ അറിഞ്ഞ ഭയങ്കര ഗംഭീര ആക്ടർ പുള്ളി. അപ്പം ഞാൻ ആക്ച്വലി ആക്ടിങ് സീരിയസ് ആയിട്ട് പറയുന്നത് അശ്വിൻ അടുത്താണ്. അശ്വിൻ ആക്ടിങ്ങിനെ കാണുന്ന രീതി പുള്ളി ഭയങ്കര പാഷനാണ് പുള്ളിക്ക്. പുള്ളി മരിക്കും സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ അതുവരെ സിനിമയെ വളരെ ലൈറ്റായി കണ്ടിരുന്ന ഞാൻ അന്ന് ആ സിനിമ മുതലാണ് സിനിമയെ വളരെ സീരിയസ് ആയിട്ട് ഫോളോ തുടങ്ങിയത്. കാരണം ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു ഇത്രയും ഫ്രണ്ട്ലി ആയ കോ ആക്ടർ മീൻസ് സിനിമ ഇത്രയും പാഷൻ ഉള്ളത് പുള്ളിയായിരുന്നു. ഭയങ്കര പാഷനാണ് പുള്ളി. സിനിമയ്ക്ക് പുള്ളി എന്നും ചെയ്യും, ഈ ലൈഫ് ഓഫ് സിനിമ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ. ഞാൻ കുറേ അഭിനയം പഠിച്ചു പുള്ളിയെ എടുക്കുന്നത്. ആസ് എൻ ആക്ടർ, ആസ് എ പേഴ്സൺ ഒക്കെ നമ്മൾ ഒരുപാട് മാറിയത് ആ സിനിമയ്ക്ക് ശേഷമാണ്. അത് നല്ല ക്യാരക്ടറാണ്, നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ആയിട്ട് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആക്ടിങ്ങിൻ്റെ ഒരു അനുഭവം കിട്ടിയത് അശ്വിൻ്റെ അടുത്തുനിന്നായിരുന്നു. ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അശ്വിൻ ഹീറോ, ഞാൻ വില്ലൻ ക്യാരക്ടറായിരുന്നു ആ പടത്തിനകത്ത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര നല്ല മെമ്മറി. ഞാനൊരു ആക്ടർ ഇവോൾവ് ആയത് കുറേയൊക്കെ ആഫ്റ്റർ ചാർമിനാറായിരിക്കും. എൻ്റെ ആദ്യ സിനിമ ലിവിങ് ടുഗദർ, പിന്നെ ഡോക്ടർ ലവ്. ഇതിൽ രണ്ടും ഡയറക്ടേഴ്സ് എന്നെ ഇങ്ങനെ കൊണ്ടുപോയതാണ്. ഞാൻ ബിഗിനറാണ്, അപ്പോൾ അവരെല്ലാം കാണിച്ചു തരുന്നു. അപ്പോൾ ഇതിൽ വന്നപ്പോൾ എനിക്ക് അങ്ങനെയല്ല, സുഖിയാരൻ്റെ രീതി, സുഖിയാരൻ എല്ലാ സീനിയേഴ്സാണ്, ലൈക്ക് ആസിഫ്, ചാക്കോച്ചൻ, വിജു, എല്ലാവരും സീനിയേഴ്സാണ്. അപ്പോൾ അവരൊക്കെ അവരെ പാഠം അഭിനയിച്ചു പോകും. എനിക്ക് അത്ര എക്സ്പീരിയൻസ് ആയിട്ടില്ല. ഞാൻ കുറേ ഒരു ബിഗിനറാണ്. അപ്പം ഞാനും ചെയ്യും എന്നാണ് ഇവർ വിചാരിച്ചത്. അപ്പോൾ എനിക്കൊരു ഗൈഡൻസിലും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ ഒരു സ്റ്റക്കായ സമയം അന്നൊക്കെ. അപ്പോൾ ആ സമയത്ത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, പ്രശാന്ത് അലക്സാണ്ടർ എന്നൊരു ആക്ടറുണ്ട്. എനിക്ക് പുള്ളിയാണ് ഗൈഡ് ചെയ്തത് ആ സിനിമയ്ക്കകത്ത്. എനിക്ക് ഞാൻ ചെയ്യും പുള്ളിക്ക് മനസ്സിലായി ഞാൻ കുറച്ച് ഇങ്ങനെ പ്രഷറിലാണെന്നുള്ളത്. എനിക്ക് പുള്ളി പലപ്പോഴും പുള്ളിക്ക് ഓർമ്മ എനിക്കറിയില്ല. അതായത് ക്യാമറയുടെ ബാക്കിൽ നിന്നിട്ട് പുള്ളി എനിക്ക് കാണിച്ചു തരും. എനിക്കതിപ്പോൾ മറക്കാത്തൊരു മെമ്മറിയാണ്. കാരണം ഇത്രയും ഓൾമോസ്റ്റ് 10-12 വർഷമായി ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. കാരണം അന്ന് ഞാൻ അത്രയും പാനിക്കായി നിൽക്കുമ്പോഴും പുള്ളിയാണ് എന്നെ ഗൈഡ് ചെയ്തത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര മെമ്മറി ആക്കാൻ. പിന്നെ അതിൻ്റെ പാട്ടും ഒക്കെ നല്ല മെമ്മറീസ് ആണ്. ആ സ്ഥലം ഗവി ആണെങ്കിൽ പോലും ഇത്രയും വലിയ രീതിയിൽ കേരളത്തിൽ പോലും അറിയപ്പെടുന്നത് ആ സിനിമയിലൂടെയാണ്. അതെ അതെ അതെ, നല്ല മെമ്മറീസ് ആയിരുന്നു. ലാസ്റ്റ് വൺ നമ്മുടെ റോയി തന്നെ, ഔസേപ്പിൽ റോയി നേരത്തെ പറഞ്ഞു. അതിലാണെങ്കിലും ദിലീഷ് ചേട്ടൻ, എല്ലാവരും വിജയരാഘവൻ. ഞാൻ ആക്ച്വലി കുറേ ആയിട്ടൊരു നല്ല സിനിമ ചെയ്യണം, അല്ലെങ്കിൽ ഒരു കുറച്ച് കാമ്പുള്ള, നേരത്തെ പറഞ്ഞ പോലെ നല്ല ആർട്ടിസ്റ്റിലെ പടം ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ കുറേ സിനിമകൾ നോ പറയാൻ കാരണം ഇതാണ്. ഒരു സിനിമ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഒക്കെ എനിക്കൊരു ആർട്ടിസ്റ്റ് വേണം. അങ്ങനെ ചെയ്ത പടമാണ് ഈ ഔസേപ്പിൻ്റെ ഒസിയത്ത്. അത് നമുക്കൊരു ആക്ടിങ് മാസ്റ്റർ ക്ലാസ് ആയിരുന്നു ആക്ച്വലി. കാരണം ഞാൻ കുറേയൊക്കെ സിനിമയെ വളരെ സീരിയസ് ആയി കാണുന്ന സമയത്താണ് ആ പടം ചെയ്യുന്നത്. ദിലീഷ് പോത്ത്, ദിലീഷ് ചേട്ടൻ, ഷാജൻ ചേട്ടൻ,
വിജയരാഘവൻ ചേട്ടൻ, ഇവരൊക്കെയും ലെന, ഇവരൊക്കെയും ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ നമ്മളൊക്കെ ഒരു ഫാമിലിയിലാണ്. എൻ്റെ ബ്രദറിൻ്റെ ഭാര്യയൊക്കെയാണ്. അപ്പോൾ ഇവരൊക്കെയും ഭയങ്കര പെർഫോമൻസാണ്. അപ്പോൾ ഞാനും നാച്ചുറലി എൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആയി. ഇവരൊക്കെ നമ്മളെ കൂടെ സീൻസ് ചെയ്യുമ്പോൾ നമുക്ക് ടിപ്സ് തരും, ലൈക്ക് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ദിലീഷ് ചേട്ടനൊക്കെ ഭയങ്കര നല്ലൊരു ആർട്ടിസ്റ്റാണ്. കാരണം നമ്മളെയും കൂടെ കൊണ്ടുപോകും പുള്ളി നന്നായി പെർഫോം ചെയ്യുമ്പോൾ നമ്മളെയും കൂടെ പുള്ളി ചെയ്യിക്കും. നീ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ മാറ്റി പറ, അങ്ങനെ പറ. വളരെ ചെറിയ കാര്യമാണ്. പുള്ളി അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ആളല്ല, പക്ഷേ തരുന്ന ചെറിയ ടിപ്സ് തന്നെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും. കുട്ടിയേട്ടൻ പിന്നെ ഒരു ജെമ്മാണ്. ഞാൻ കണ്ടത് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടറാണ് ഞാൻ കൂടെ അഭിനയിച്ച വെച്ച്. പുള്ളി എല്ലാവർക്കും കൊണ്ട് എല്ലാം ചെയ്യുന്ന ആളാണ്. നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സീരിയസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുള്ളി നിന്നും ഇരുന്നും ഒക്കെ നമുക്ക് അഭിനയിച്ച് കാണിച്ച് നമുക്ക് പറഞ്ഞു തരും. ഞാൻ പുള്ളിയുടെ വീട്ടിൽ കഴിഞ്ഞ മാസം പോയിരുന്നു. പുള്ളി എന്നെ വന്ന് വിളിച്ച്, പുള്ളി എന്നെ വന്ന് നമ്മൾ സ്വീകരിച്ച് ഓൾമോസ്റ്റ് 2 hours അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മൾ ഒരുപാട് സിനിമയെക്കുറിച്ച് സംസാരിച്ച്. പുള്ളി ഭയങ്കര നല്ലൊരു മനുഷ്യനാണ്. എൻ്റെ മനസ്സിൽ മായാത്തൊരു മുഖമാണ് കുട്ടിയേട്ടൻ്റെ. അത്രയും ഗംഭീര ആക്ടറാണ്. അപ്പോൾ അവരോടൊക്കെ പെർഫോം ചെയ്യാൻ ചിട്ടി ആ ഒരു സിനിമ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ വന്നതുകൊണ്ട് ഒരുപാട് ഇതേപോലെ വലിയ വലിയ സിനിമകളുടെ ഭാഗമായതുകൊണ്ട് എപ്പോഴെങ്കിലും ഇതേപോലെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ, അതായത് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ നമ്മളിങ്ങനെ മാറി നിൽക്കുമ്പോഴേ മാറ്റി നിർത്തുന്ന അവസ്ഥകൾ എപ്പോഴെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? സിനിമയ്ക്കകത്ത് മാറി നിന്നത് തന്നെയാണ്. ആരും നമ്മളെ വിളിച്ചുകൊണ്ട് വാ മോനെന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ പോകുന്നില്ല. അത് എനിക്ക് ആ സംഭവം അറിയില്ലായിരുന്നു. പക്ഷേ മാറ്റി നിർത്തുന്നതിനേക്കാളും ഞാൻ മാറിപ്പോവും. എനിക്ക് ഒരു ഓർമ്മയാണ്, വിനീത് ശ്രീനിവാസൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡയറക്ടറാണ്, സിംഗറൊക്കെയാണ്. അപ്പോൾ ഞാൻ ഒരു അവാർഡ് ഫംഗ്ഷൻ വെച്ച് പുള്ളിയെ കണ്ടു. പുള്ളി ഇങ്ങോട്ട് ഹായ് എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ അങ്ങോട്ട് ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് എൻ്റെ ഇൻട്രോവേർട്ട് ആ ക്യാരക്ടർ പുറത്ത് വരികയാണ്. ചേട്ടാ ഞാൻ മനസ്സിൽ പറയുന്നുണ്ട്, ആക്ച്വലി എനിക്ക് അങ്ങോട്ട് പോകണം, പുള്ളിയെ കെട്ടിപ്പിടുന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ ഇപ്പോൾ കാണും പുള്ളി എന്താ വരിക, ഭയങ്കര ജപനാരത്തെ ജാടാണിക്കുന്നത്, പുള്ളി ഇങ്ങോട്ട് ഇങ്ങനെ ആക്കി എൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പണ്ടുണ്ടായിട്ടുണ്ട്. അത് ആ ഒരു ക്യാരക്ടർ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഓരോരുത്തർക്ക് ഓരോ നേച്ചറല്ലേ. എനിക്ക് പക്ഷേ ഞാനിപ്പോൾ എപ്പോൾ ഓർക്കുന്ന ഒരു മൊമെൻ്റാണ് അത്. ഓൾമോസ്റ്റ് 10 years എങ്ങണ്ടേ. അങ്ങനെ പുള്ളി ഇങ്ങോട്ടേക്ക് ആയെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ എന്ന് പറയും, പുള്ളി ഓർക്കുന്നത് ആരുടെ എന്നുള്ള സംഭവമാണ്. അങ്ങനത്തെ കുറേ മൊമെന്റ്സ് ഞാൻ തന്നെ ഉണ്ടാക്കി കൺവിൻസ് ചെയ്യിക്കാൻ നിൽക്കാറുണ്ട്. ഇനിയിപ്പം മേ ബി കണക്റ്റഡ് ആകുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ കുറേയൊക്കെ മാസ്ക് ചെയ്യാൻ പഠിച്ചു. ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ആണ്, വി മൂവ് ഫോർവേഡ്, നമുക്ക് പക്വത വരും, നമുക്ക് ജീവിക്കാൻ പഠിക്കും. ഇപ്പോൾ എനിക്കറിയാം എങ്ങനെ എൻ്റെ ആ ഒരു ക്യാരക്ടറിനെ മാസ്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പെരുമാറമൊക്കെ ഞാൻ പഠിച്ചു ഇപ്പോൾ. പക്ഷെ പണ്ടത്തെ കുറേ ഇങ്ങനത്തെ മണ്ടത്തങ്ങളുണ്ട്. ഇപ്പോൾ ഈ രാജുവേട്ടനെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും പുള്ളിയുടെ പരിചയപ്പെടാനോ ഞാൻ പുള്ളിയുടെ ഒരു ബിഗ്ഗസ്റ്റ് ഫാൻ ഉള്ളതും പറഞ്ഞിട്ടില്ല. പുള്ളിക്ക് അറിയില്ല ഇപ്പോഴും. ഞാൻ പിന്നെ ആഫ്റ്റർ ലോങ് ടൈം ഞാൻ പുള്ളി അടുത്ത് പറയുന്നത് ഈ ആടുജീവിതം കഴിഞ്ഞിട്ട് പുള്ളിക്ക് മെസ്സേജ് ചെയ്യാൻ, എന്നെ ഓർമ്മയുണ്ടോ എന്നാളാണ്. പുള്ളി പറഞ്ഞുണ്ട്, പുള്ളി താങ്ക് യു എന്നൊക്കെ പറഞ്ഞേട്ടോ. അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭയങ്കര ബിഗ്ഗസ്റ്റ് ഫാനാണ്, ഈ പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആടുജീവിതം പുള്ളി ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. അന്നാണ് പുള്ളിയോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഓൾമോസ്റ്റ് 10 years മുമ്പ് അഭിനയിച്ചതിന് ശേഷം ഇപ്പോഴാണ് പുള്ളി എടുത്ത് പറയുന്നത് നിങ്ങൾ ഫാൻ ബോയ് ആയിരുന്നു എന്നുള്ള കാര്യം. അങ്ങനത്തെ ആളാണ് ഞാൻ. ആ സമയത്ത് തുടങ്ങിയ സമയത്താണെങ്കിൽ ഇപ്പോൾ ഒരുപാട് റോ ക്യാരക്ടേഴ്സാണ് വരുന്നത്. അതെ അതെ അതെ. മേക്കപ്പിനൊക്കെ അങ്ങനെ വലിയ രീതിയിൽ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത രീതിയിൽ. പക്ഷെ നിങ്ങൾ തുടങ്ങിയ സമയത്തെ ബോയ് കഥാപാത്രങ്ങളാണെങ്കിലും മേക്കപ്പും ലിപ്സ്റ്റിക്കും ഒക്കെ ആണ് ശരിക്കും. അപ്പോൾ ആ സമയത്ത് ഈ സമയത്തൊക്കെ സ്കിൻ കെയർ അതിനൊക്കെ എങ്ങനെയാണ്? പണ്ടൊക്കെ എനിക്ക് അത് ശരിയായിട്ടോ പറഞ്ഞത്. പണ്ടൊക്കെ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടായിരുന്നു നമുക്ക് അഭിനയിക്കും. അപ്പോൾ എൻ്റെ ലിപ്സ് ഓൾറെഡി എല്ലാവർക്കും ഉണ്ട്. അന്ന് ലിപ്സ്റ്റിക് ലിപ് ഗ്ലോസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതില്ലാതെ ഇറക്കില്ല നമ്മളെ മേക്കപ്പ് ആർട്ടിസ്റ്റിൽ, മാൻഡേറ്ററി അത്. അപ്പോൾ അന്ന് ശരിക്കും ഡോളിനെ പോലെ മേക്കപ്പ് യൂസ് ചെയ്യുക, അത് അന്നത്തെ റിക്വയർമെൻ്റ് അതാണ്, കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ സിനിമയിൽ മേക്കപ്പ് വളരെ കുറവാണ്. ഇപ്പോൾ ജസ്റ്റ് ആ ടോൺ മാറ്റാൻ മാത്രമേ ഉള്ളൂ, അതായത് ഒരേ ടോൺ ഈവൻ ടോൺ ആക്കാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മേക്കപ്പ് വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. അതാണ് വേണ്ടതും. കാരണം നമ്മൾ സിനിമയ്ക്കകത്ത് നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണ്ടേ. നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് അവിടെ സെയിം കാണാൻ പറ്റണം, അല്ലെങ്കിൽ സിനിമ വർക്കാവില്ല ഇപ്പോഴത്തെ കാലത്ത്. സ്കിൻ കെയർ ഞാൻ ബേസിക്കലി പറഞ്ഞ പോലെ നല്ല വെള്ളം കുടിക്കും, ഞാൻ നല്ല വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്, നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുന്നുള്ളൂ. അങ്ങനെ സ്കിൻ കെയർ ഭയങ്കര സ്കിൻ കെയർ അല്ല, പക്ഷേ ബേസിക്കലി പറ്റുന്ന പോലെ ചെയ്യും. അതാണ് ഈ ചെറുപ്പം ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. എനിക്ക് ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മൾ നല്ലപോലെ വർക്കൗട്ട് ചെയ്താൽ ചെറുപ്പം പിടിച്ച് നിർത്താം. എക്സസൈസ് ചെയ്യുക, ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കുക, മെൻ്റലി ഹാപ്പി ആയിട്ടിരിക്കുക, കുറേ നമുക്ക് ചെറുപ്പം പിടിച്ച് നിർത്താം. ഞാൻ എൻ്റെ അനുഭവം കേട്ടോ, ഞാനിപ്പോൾ അത്യാവശ്യം പ്രായം ഉണ്ടെങ്കിൽ, പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി നമുക്ക് ഞങ്ങൾ നിൽക്കാൻ പറ്റുന്നത് ബേസിക്കലി ഇതന്നെ ആയിരിക്കും. നല്ല ഭക്ഷണം കഴിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ഫിസിക്കലി ആക്റ്റീവായ പ്രായം കൂടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സിനിമ സീരിയസ് ആയി കണ്ടതിന് ശേഷം സിനിമകൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ എത്താത്ത വന്നപ്പോൾ സമയത്ത് മെൻ്റലി ബ്രേക്ക് ഡൗൺസോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നു? അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ തന്നെ അതിനെങ്ങനെയാണ്? അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ വരും. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന സിനിമകൾ ഇപ്പോൾ വർക്ക് ആവുന്നില്ല, ഉദ്ദേശിച്ച പോലെ. ഇപ്പോൾ ഔസേപ്പ് തന്നെ നല്ല സിനിമയാണ് ആക്ച്വലി. അത് ഇറങ്ങിയ സമയമൊക്കെ അത് ഉദ്ദേശിച്ച പോലെ ഹൈപ്പ് കിട്ടില്ല. OTTയിലൊക്കെ ഹൈപ്പ് വന്നെങ്കിൽ പോലും നമുക്ക് വിഷമം ഉണ്ടാവുന്നു. ഇപ്പോൾ ഇതൊക്കെ ശീലമായി, നമുക്ക് കുറേ കാലം എക്സ്പീരിയൻസ് ആയില്ല. ഇപ്പം നമ്മൾ ഒരിക്കലും അപ്സ് ആൻഡ് ഡൗൺസ് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. ഞാൻ ഇപ്പോൾ ഒരു അപ്പ് വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഡൗൺ വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, രണ്ടും സെയിം ആണ്.
ലൈഫിൽ നമുക്ക് അപ്സും ഡൗൺസും മാറി മാറി വന്നുകൊണ്ടിരിക്കും. നമ്മൾ അപ്പ് വരുമ്പോൾ ഒരുപാട് ഹാപ്പി ആവാണ്ടിരിക്കുക, ഡൗൺ വരുമ്പോൾ ഒരുപാട് ഡിസപ്പോയിൻ്റ് ആവാണ്ടിരിക്കുക. രണ്ടും ബാലൻസ് കൊണ്ടുപോവുക. സി ലൈഫ് മൂവ്സ് ഫോർവേഡ്, ലൈഫ് പൊക്കോണ്ടിരിക്കും, നമ്മൾ അതിൻ്റെ കൂടെ പോവുക. നമുക്ക് നമ്മൾ എപ്പോഴും നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം നമുക്ക് നല്ല സമയം വരും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഡെഫിനറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് ആയ നമ്മൾ ഡൗൺ ആയിപ്പോവും, നമ്മൾ മെൻ്റലിയും ഫിസിക്കലൊക്കെ ഡൗൺ ആയിപ്പോവും. ഗോ ഫോർവേഡ്, നല്ല സമയം വരുന്നതാണ് എൻ്റെ വിശ്വാസം. റീലിലൊക്കെ അടിപൊളി പാട്ടുകളൊക്കെ പാടിയിടുന്നത് കാണുന്നുണ്ട്. ഇപ്പൊ ഡോക്ടർ ലവ് എന്നുള്ള സിനിമ നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു കോളേജ് നൊസ്റ്റാൾജിയ മനസ്സിൽ വരും. ആ പാട്ടും പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി പാടിത്തരുവാണെങ്കിൽ അങ്ങനെ പാടുന്നതാണെന്നുള്ള എനിക്ക് തോന്നുന്നു ഹേമന്ത് അങ്ങനെ ഓപ്പൺ ആയിട്ട് ഞാൻ പാടാറൊക്കെ, പക്ഷെ അങ്ങനെ രണ്ടുപേരും പാടാനാലും. ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ ഈ നമ്മൾ, ഒന്നിച്ചുറങ്ങിയില്ലേ ഒന്നിച്ചുണർന്നില്ലേ ഒന്നെന്നറിഞ്ഞില്ലേ ഈ നമ്മൾ, എന്നാലും ഈ നമ്മൾ പിരിയണമെന്നാലോ കയ്യൊപ്പു നൽകാതെ വിട ചൊല്ലി എന്നാലോ മറന്നൊന്നു പോകാനാകുമോ? ഓക്കെ, അടിപൊളി അടിപൊളി. ഈ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്ന പിക്ചർ എന്താ? ഇത് ബേസിക്കലി ഞാനും ഭാവനയാണ് കൂടുതൽ ഈ പാട്ടിൽ അഭിനയിച്ചിട്ടുള്ളത്. കാരണം ചാക്കോച്ചൻ വളരെ ബിസി ആയ സമയത്ത് ഈ പാട്ട് വേറെ ഷൂട്ട് ചെയ്തത് നമ്മൾ. അപ്പോൾ ഇതിൽ ഞാനും ഭാവനയും നമ്മുടെ ടീമൊക്കെ ആയിട്ട് ഒരു ബീച്ചിൽ പോയിട്ടാണ് ഷൂട്ട് ചെയ്തത്, മൊത്തം നാട്ടിക ആ ഭാഗത്തെ ഒരു ബീച്ചിൽ. അപ്പോൾ ആ ഒരു മെമ്മറീസ് ഭയങ്കര രസം, നല്ല നല്ല രസമുള്ള വിഷ്വലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കോളേജ് ക്യാമ്പസിൽ ഞങ്ങൾ ഒരുമിച്ച് തന്നെ സ്റ്റെപ്പ് ഇറങ്ങി വന്നു, കുറേ മൊത്തം നമ്മുടെ പോർഷൻസ് കോമ്പിനേഷൻ മൊത്തം പാട്ടിൽ. അപ്പോൾ അതൊക്കെ ഓർമ്മ വരാറുണ്ട്. അപ്പോൾ 2026 അടിപൊളിയാവട്ടെ. വിചാരിച്ച രീതിയിലുള്ള പലതരത്തിലുള്ള ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ സംഭവിക്കട്ടെ. താങ്ക് യു സോ മച്ച്.